24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദിലെ ജിമാർ തമ്മിൽ ബൈ SKN, പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രാത്രികാല ജീവിതം അഥവാ നൈറ്റ് ലൈഫ് വിദേശ നാടുകളിലൊക്കെ വളരെ സുപരിചിതമാണ്. നമ്മുടെ നാട്ടിലും ഉണപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലൊക്കെ തന്നെ നൈറ്റ് ലൈഫ് ഉണ്ട്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ സ്വതന്ത്രമായി ആൺ പെൺ ഭേദമന്യേ ആളുകൾക്ക് നടക്കാൻ കഴിയണം, അവർക്കൊരു ജീവിതം ഉണ്ടാകണം, അവർക്ക് കടകളിൽ പോകണം, അവർക്ക് താല്പര്യമുള്ളത് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇക്കഴിഞ്ഞ 2-ാം തീയതി എറണാകുളം നഗരത്തിലുണ്ടായ ഒരു സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. 2 പെൺകുട്ടികൾ രാവിലെ പഠനമൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് 4:30 മണിക്ക് നമ്മുടെ കൊച്ചിയിലെ ഒരു കടയിലേക്ക് ചെല്ലുന്നു. അടുത്ത ഒരു ലോഡ്ജ് മുറിയിൽ വരാന്തയിൽ നിൽക്കുകയായിരുന്ന ഒരു 8-അംഗ സംഘത്തിലെ ഒരാൾ അവരെ വേണ്ടാത്ത ചില ആംഗ്യങ്ങൾ കാണിച്ചു. അപ്പോൾ അവർ മൊബൈൽ പകർത്താൻ ശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. അവസാനം എന്തിനു പറയുന്നു, ഈ ഒരു ലോഡ്ജിൽ നിന്നിരുന്ന ഒരാൾ ഈ ഒരു പെൺകുട്ടിയെ ചവിട്ടിക്കൂട്ടി. ഇതിലെ ഒരു 10 പേര് ഇതിൽ പ്രതികളാണെന്നാണ് പറയുന്നത്. അവരൊക്കെ ഒളിവിൽ പോയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഇതിലെ ഒരുവൻ, അതായത് മുഖ്യ പ്രതി എന്ന് പറയുന്നവൻ കുറച്ചധികം കേസുകൾ പ്രതിയാണ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ പൂർണ്ണമായ സ്ത്രീ സുരക്ഷ നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. മുംബൈ എന്ന് പറയുന്ന നഗരത്തിൽ നൈറ്റ് ലൈഫ് ഉണ്ട്. അവിടെ സ്ത്രീ സുരക്ഷ പൂർണ്ണമായും പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിലേക്ക് ചെന്നാൽ സ്ത്രീ സുരക്ഷ ആ രീതിയിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ നൈറ്റ് ലൈഫ് അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. കേരളത്തിലെ നൈറ്റ് ലൈഫിന്റെ സാധ്യതയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് ഇവന്റ് കോർഡിനേറ്ററും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ദിയാസന, HR മാനേജർ അഖില വി അനിൽകുമാർ, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമയ്യ പ്രസാദ്, ഛായ കണക്ഷൻസ് മ്യൂസിക് ബാൻഡിന്റെ ഫൗണ്ടർ നിവിൻ ദേവരാജൻ, DJ ആർട്ടിസ്റ്റും യൂട്യൂബറുമായ അഭിരാം സുന്ദർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ മഹാദേവ് ബിനിരാജ്, എറണാകുളം മിറക്കിൾ മൈൻഡ്സിലെ സൈക്കോളജിസ്റ്റ് ആൻ തെരേസ ബാബു, ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് കൃഷ്ണ, ശിവസേന സംസ്ഥാന സെക്രട്ടറി TR ദേവൻ, പൊതുപ്രവർത്തകൻ പ്രകാശ് വിലങ്ങറ, മുൻ പോലീസ് സൂപ്രണ്ട് K ആന്റണി, ബയോകെമിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ, വിവിധ രാജ്യങ്ങളിൽ നൈറ്റ് ലൈഫ് നേരിട്ട് കണ്ട യാത്രികൻ അരുൺ തഥാഗത്, സൈക്കോളജി വിദ്യാർത്ഥി ആദിത്യ കിരൺ, സംസ്ഥാന വനിതാ ഫെഡിന്റെ എറണാകുളം ഡയറക്ടർ നിർമ്മല ദേവി S, മനുഷ്യാവകാശ പ്രവർത്തകൻ KN യോഗീഷ്. താങ്കൾ കുറെ കാലത്ത് നാട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ, യാത്രയില്? അപ്പൊ ഈ നൈറ്റ് ലൈഫ് ഒക്കെ കണ്ട് ചിലപ്പോൾ അവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് കാണും. നമ്മുടെ നഗരത്തിലൊക്കെ വേണ്ടേ? ഞാൻ അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗുഹാചിത്രങ്ങൾ അടക്കം പഴയ കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ ഏറ്റവും ക്രിയേറ്റീവായ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന രാത്രിയാണ്. ഈവൻ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റ അവരെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് രാത്രി സമയത്താണ്. കാരണം കൂടുതൽ ആളുകൾ കാണുന്ന സമയം. ലോകത്തെ എല്ലായിടത്തും അത് വളരെ സജീവമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേവലം സെക്സ് ഒന്നുമല്ല. ഇതിന് പകരം നമുക്ക് തെരുവ് സർക്കസ് വേണം, തെരുവ് കലാകാരന്മാർ വേണം, തെരുവിലെ തമാശകൾ വേണം. ഇതെല്ലാം ചേർന്ന് ജീവനാണ്. ലൈഫ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നൈറ്റ് ലൈഫിനേക്കാൾ ഏത് രാജ്യത്താണ് നല്ല ജീവനുള്ള സംഭവം ഉള്ളത്? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം, ഈവൻ നമ്മളെ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, നമ്മളുടെ ആളുകൾ പോകുമ്പോൾ കാണുന്നത് വേറെ പലതുമാണ്. യഥാർത്ഥത്തിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിത്രകലയാവാം, പാട്ടാകാം, എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് ചെയ്യാനുള്ള ഇതുണ്ട്. തെരുവ് കലാകാരൻ എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ഏറ്റവും ആദരിക്കപ്പെടുന്നവരാണ്. നമ്മളുടെ നാട്ടിൽ മാത്രം അതെന്തോ മോശമായിട്ടാണ്. നമ്മുടെ നാട് അത്രയൊക്കെ വളർന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നൈറ്റ് ലൈഫ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനെയാണല്ലോ വളരുന്നത്. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ വരും. അല്ല, അതിനകത്ത് തീർച്ചയായിട്ടും പോലീസ് അതിന്റെ നടപടികൾ എടുക്കണം. ഇപ്പൊ ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം. കൊച്ചി മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ MG റോഡ് അതിന്റെ പകുതി അടച്ചിട്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് സൈക്ലിങ് അങ്ങനെ പകുതി ഭാഗം മാറ്റിക്കൊണ്ട് ഉണ്ടായിരുന്നു പ്ലാന്. അപ്പൊ അവിടുത്തെ കച്ചവടക്കാരെന്ത് ചെയ്തു? ഇത് നമ്മുടെ കച്ചവടം പോകുന്നു പറഞ്ഞുകൊണ്ട് എതിർത്തു. ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എറണാകുളത്തെ MG റോഡിലെ കടകൾ മുഴുവൻ, എൻ്റെ സഹോദരനടക്കം കടയുണ്ടായിരുന്നതാണ്, ഒരു മനുഷ്യനില്ലാതെ അടച്ചു പൂട്ടി കിടക്കുകയാണ്. കെട്ടിടങ്ങളെല്ലാം പൊളിഞ്ഞെടുക്കുക. അതേസമയം നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആളുകളെല്ലാം വരികയും അവിടെ മുഴുവനും തിരക്കുള്ള സജീവമായി, കച്ചവടക്കാർക്കും നേട്ടമായേനെ, ആളുകൾക്കും വ്യായാമമായേനെ, ഉല്ലാസമായേനെ. അതിന് പകരം നമ്മളിങ്ങനെ വലിഞ്ഞു മുറുകി ഇരിക്കേണ്ടവരല്ല. അതുകൊണ്ട് നൈറ്റ് ലൈഫ് തീർച്ചയായിട്ടും വേണം. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? ഞാൻ നൈറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ മാനവീയം വീതി ഭയങ്കര രസമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 10-15 കൊല്ലമായിട്ട്. അതെ, സുരക്ഷ ഉണ്ട്, അവിടെ പോലീസ് ഉണ്ട്, അവിടെ നൈറ്റ് പെട്രോളിങ്ങിന്റെ പോലീസുകാരും അതല്ലാതെ തന്നെ പോലീസുകാരും
പിങ്ക് പോലീസുകാരും പക്ഷെ അവിടെ ഈ മദ്യപാനം മയക്കുമരുന്ന് ചില പരാതികളൊക്കെ ഇടയ്ക്ക് അതൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. കാരണം അവിടെ 10-13ഓളം ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ സുരക്ഷ കൂടുതലായിട്ട് വരുത്തിച്ചു. വെളുപ്പാൻ കാലം വരെ ക്രിമിനൽ കക്ഷികളുണ്ടോ? ഉണ്ടായിരുന്നു. ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത് നൈറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് അത് ഓപ്പൺ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കുറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 15 കൊല്ലമായിട്ട് അവിടുത്തെ കലാസാംസ്കാര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ലൈഫ് വേണമെന്നുള്ളതും ഇപ്പോഴുള്ള ജൻസി പിള്ളേരെ എതിർക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ, എതിർക്കുന്നവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് സദാചാര പോലീസിംഗ് ആണ് സാർ. ഞാൻ ഏകദേശം ഒരു 10-15 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ പ്രശ്നങ്ങളാണ് എന്നെ പ്രതികരിക്കാനും എനിക്ക് മുന്നോട്ട് വരാനും പ്രേരിപ്പിച്ചിട്ടുള്ളത്. പലതും വാശിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട് സാർ. പക്ഷെ എപ്പോഴും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ അനിവാര്യമായ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് സ്വാതന്ത്ര്യമായിട്ട് അനുവദിച്ച് ആരുടെയും ചോദ്യങ്ങളില്ലാതെ അവരുടെ ഫ്രീഡത്തിന് ജീവിക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവണം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയും? സദാചാരവാദികളാകരുത് ആളുകളെന്നാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ പറയുന്നത്. സദാചാരവാദികളെന്ന് ഒരു ഓമനപ്പേരിട്ട് അവർ വിളിക്കുന്നതാണ്. ഇപ്പൊ നൈറ്റ് ലൈഫിനെ സംബന്ധിച്ച് അത് അതിൻ്റെതായിട്ടുള്ള സംവിധാനത്തിൽ പോകുന്നതിന് തിരക്കിടുന്നില്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ കൊച്ചി നഗരത്തെ ഒന്ന് നോക്കി കണ്ടാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ നൈറ്റ് ലൈഫിന്റെയും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന സംഭവവികാസങ്ങൾ, 2 ദിവസം മുമ്പുള്ള ഇന്നലെ തുടങ്ങിയുള്ള മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ UC കോളേജിന് മുമ്പിൽ എന്താ നടന്നത്? ഇത് നൈറ്റ് ലൈഫിന്റെ ഭാഗമാണോ? ഇവിടെ ഈ ആലിഞ്ചോട്ടിൽ എന്താ നടന്നത്? വാർത്ത വരുന്നു. നൈറ്റ് ലൈഫിന്റെ ഭാഗമാണോ? അതേപോലെ തന്നെ മയക്കുമരുന്നും മദ്യത്തിന്റെയും കേന്ദ്രമായിട്ട് 2017 ഞാൻ ആ ജോലിയും കൊണ്ടിറങ്ങിയത് മറൈൻ ഡ്രൈവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അതേപോലെ അന്ന് ആ കാലഘട്ടത്തിൽ ഇതിന്റെ തുടക്കമാണ്. സാമൂഹിക ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ? സാമൂഹിക ചുമതല എന്നല്ല, നമ്മൾക്കൊരു ധാർമ്മികതയുണ്ട്. ഞാനൊരു പാർട്ടിയുടെ, ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലീഡർ എന്ന രീതിയിൽ സമൂഹത്തോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, രാജ്യത്തിന്റെ സംസ്കാരത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, കുടുംബങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിന് വ്യതിചലനം ഉണ്ടാകുന്നിടത്ത് പ്രതികരിക്കും. കുടുംബങ്ങളിലെ വ്യക്തികളാണ് സാറേ. 18 വയസ്സിന് മുകളിലുള്ള ഒരാളിന് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്ന ഒരു അണ്ടറിനകത്ത് അതിനെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ആരെയും നമ്മൾ ആരും നിർബന്ധിച്ചല്ല അത് പുറത്തേക്ക് കൊണ്ടുവരുത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഒരു സംഘടനയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരോ അത് എതിർത്ത് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അതിവിടെ ഈ ശിവസേനയുടെ ആസ്ഥാനമായ മുംബൈയില് ഈ നൈറ്റ് ലൈഫ് ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് സാർ. ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങളൊക്കെ കാണുന്നവരാ. ആ കാഴ്ചയല്ല ഇന്ന് കരൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് രാത്രി കാലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ രാത്രിയില് MG റോഡിൽ വ്യാപിക്കുന്നു. നൈറ്റ് ലൈഫിനെ എതിർക്കുന്നില്ല. നൈറ്റ് ലൈഫ് അത് പോകേണ്ട സുരക്ഷിതവും സിസ്റ്റവും വേണം. അവിടെ കഞ്ചാവ് അടിച്ചും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ മാറണമെന്നാ പറഞ്ഞത്. അതിന് മാറ്റം പ്രശ്നമല്ലേ സാറേ? ഇപ്പം മാനവീയ വീതി തിരുവനന്തപുരത്ത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതില് ഈ പറയുന്ന നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കൊച്ചിയിൽ ആവശ്യമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ പറയുന്നത് പോലെ അത് നിയന്ത്രിതമായ രീതിയിൽ നടത്താം. കുറച്ചു നാൾ ഇപ്പൊ അത് 10 വർഷമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരത്ത്. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ തുടങ്ങിയെന്ന് പറയുന്നു. അതിനെതിരായിട്ട് യാഥാസ്ഥിതിക ധാരണയുള്ള ആളുകൾ, സദാചാര പോലീസ് പോലെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു കാര്യം നടത്തുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പട്ടണങ്ങളില്ല, പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം നൈറ്റ് ലൈഫ് ഉണ്ട്. മനുഷ്യനെ ആഘോഷിക്കണം, അല്ലെങ്കിൽ എന്താണ് ആസ്വദിക്കണം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് സദാചാര പോലീസ് ഇറങ്ങരുത്. സദാചാര പോലീസ് ഇറങ്ങരുത് എന്നല്ല, സദാചാര പോലീസ് എന്നുള്ള മാനസികാവസ്ഥ തന്നെ മാറ്റണം. അതാണ് അതിന് ആവശ്യമുള്ളത്. ഹായ് അമ്മയ്യ, അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ ചില ചിന്തകളുണ്ട്. രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളൊക്കെ മോശപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, സദാചാരം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോലീസൊക്കെ കൃത്യമായി ഇടപെട്ട് നമ്മുടെ ഈ ഒരു നൈറ്റ് ലൈഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എങ്കിൽ നല്ലതാണ്. അത് പക്ഷെ കൾച്ചറായിട്ട് ചിന്തിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടംപോലെ ഈ നൈറ്റ് ലൈഫിലൊക്കെ ഉണ്ട്. ഒരുപാട് പ്രോഗ്രാംസുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ രാത്രി ഒരുപാട് രാവിലെയൊക്കെ ജോലി ചെയ്ത് തളർന്ന് ഇരിക്കുന്ന മനുഷ്യർക്കൊക്കെ ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ രാത്രി കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ തോന്നും. ആ സമയത്തൊക്കെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയം അതായിരിക്കും. ആ സമയത്തായിരിക്കും അവർ കുടുംബമായിട്ട് അതിൽ കുട്ടികളെന്ന് മാത്രമല്ല നമുക്കൊരു പേര് ദോഷമുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുന്ന നാടെന്നായിരുന്നു.
അങ്ങനെയാണെന്ന് ഉറങ്ങുന്ന നാടെന്ന് കേരളത്തെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാര് സ്ത്രീകൾ ഒരുപാട് ആളുകൾ രാത്രി കാലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതെ, ഒരുപാട് IT പ്രൊഫഷൻസ് ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അറിയാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരിൽ പലരും തന്നെയും ഈ പറഞ്ഞ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ജോലിക്ക് പോകുന്ന ആളുകളെയും ഇതുപോലെ സദാചാര പോലീസിങ് ചെയ്യുന്നതുണ്ട്. സാർ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറയാണ്. ഈ ലഹരികളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നു, ഇവിടെ നടക്കുന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അത് ചാനൽ മുഖാന്തരം ഒക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ ഇവിടെയൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ഇതാക്കും. സിന്തറ്റിക് ലഹരികൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമായി തന്നെ കേരളം മാറുന്നുണ്ട് സാർ. കാരണം നമ്മൾ അവിടെ കാണുന്നുണ്ട്, അതിനെതിരെ നമ്മൾ എതിർത്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. രാത്രികാല യാത്രകളെ പോസിറ്റീവായിട്ട് കാണണമെന്ന അഭിപ്രായത്തിന് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് ഇടയ്ക്ക് സംഭവിക്കുന്നത് അറിയോ, നമുക്ക് നമ്മുടെ സംസ്കാരത്തിനൊരു ചരിത്രമുണ്ട്. ആ സംസ്കാരത്തിന്റെ ചരിത്രത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു കൂട്ടം ആളുകള് ഈ രാത്രി യാത്രകളെ മോശമായ രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. പോലീസുകാരൻ അച്ഛനാവേണ്ടടുത്ത് അച്ഛനാകണം, ഉപദേശിക്കുന്ന സമയത്ത് ഉപദേശിക്കണം, ഓഫീസർ ആവേണ്ട സമയത്ത് ഞാൻ പറയട്ടെ, ഓഫീസർ ആവേണ്ട സമയത്ത് ഓഫീസർ ആവണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുറ്റകൃത്യത്തിൽ പെട്ടുപോയി, നിങ്ങൾ അതിനകത്തൊരു കൾപ്രിറ്റ് അല്ല, മറിച്ച് നിങ്ങൾ അതിനകത്ത് ഇരയായി പോയി നിൽക്കട്ടെ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ ഇരയാകാനായ ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സദാചാര പോലീസാണ് എന്ന് പറയുന്ന ആ നിലപാട് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ പോലീസുകാരുടെ നിലപാടും പോലീസുകാരുടെ സ്റ്റേറ്റ്മെന്റും പോലീസുകാരുടെ രീതിയും ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെ ആയിരുന്നു. ഇപ്പൊ ഇല്ല ആണ് ഞാൻ ജനറലൈസ് ചെയ്തല്ല പറയണത്. ഞാൻ ചില പോലീസുകാരുടെ ഞാൻ തിരുത്തി തന്നെ പറയാം. പകല് സമയത്ത് സദാചാര ഗുണ്ടായിസം നേരിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. ഇന്ന് നൈറ്റ് ലൈഫിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമുള്ളതുകൊണ്ടാണ് സാർ ഈ വേദിയിൽ ഈ ചർച്ച നടന്നത്. നിങ്ങൾ രാത്രിയും പകലും ഞങ്ങൾ വ്യത്യാസമായി കാണേണ്ടതല്ല. പക്ഷേ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് സാർ ഇവിടെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ലൈഫ് വേണമോ വേണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. തീർച്ചയായിട്ടും അതെ, അത് തന്നെയാണ് പറയുന്നത്. പ്രശ്നമായി മാറിയത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ നിങ്ങൾ ആസ്വദിച്ചോളൂ. പക്ഷെ അവിടെ നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഭാഗമാണ്. മനസ്സിലാക്കണം. എനിക്കത് കൊടുക്കേണ്ട കാര്യമില്ല, എനിക്ക് പറഞ്ഞു തീർക്കുമല്ലോ. സാറ് പറഞ്ഞ ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞ അവസാനിക്കുന്നതിന് മുമ്പാണ് നീ ഇടപെട്ടത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പാണ് നീ ഇടപെട്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ രാത്രിചാരികൾ യാത്ര ചെയ്തോളൂ, അതിനകത്ത് ഞങ്ങൾക്കൊന്നും പരാതിയില്ല. നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഉള്ളിൽ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്, ഒപ്പം സാമൂഹിക ജീവികളാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ആ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എന്തിനാണ് ആ കുട്ടി പുറത്ത് പോയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ് കാപ്പി കുടിക്കാൻ പോയതാണ്. രസകരമായി റിഡിക്കുലസ് ആവട്ടെ, ആസ്വദിച്ചോട്ടെ, അത് ആസ്വദിക്കട്ടെ. നിങ്ങൾ എന്ത് ആയിക്കോട്ടെ, എന്തുകൊണ്ട് അതൊരു അസ്വസ്ഥമായ സാഹചര്യത്തിലേക്ക് പോയി? കേരളമാണ് പോലെ ഇവിടെ നിങ്ങൾ പോലെ ഇത് 3 മണിക്ക് കാപ്പി കുടിക്കുന്ന ഏത് നിയമമാണോ? ഡൽഹിയുമായിട്ടുള്ള വ്യത്യാസം എന്താ? പറഞ്ഞല്ലോ, ഇവിടെ ഒരു സാമൂഹ്യ ദ്രോഹികളും ആർക്ക് സംരക്ഷണം കൊടുക്കും? അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോയ നൈറ്റ് ലൈഫല്ല ഡേ ലൈഫും പറ്റത്തില്ല. അല്ല സാറേ, കലൂര് പെൺകുട്ടിക്ക് പുലർച്ചെ പോയപ്പോ ഉണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇവർ സംസാരിച്ചതിലെ പ്രധാന കാര്യം. അതിനകത്ത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടിയെ എത്തിച്ച ആ സ്ഥലത്ത് 4 പോലീസുകാർ എന്നതിൽ ഒരു പോലീസുകാരനാണ് ചോദിച്ചത്, വസ്ത്രധാരണം ഇതൊക്കെ ഇട്ടിറങ്ങിയാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലേ, ഈ സമയത്താണോ പുറത്തിറങ്ങി നടക്കേണ്ടത്? രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്ക് അയാൾ മാത്രമേ അതിനകത്ത് ആക്കിയെന്നുള്ളൂ. 3 പേർക്ക് അതിനോട് അഭിപ്രായമില്ല. ഒരു ഇരയോടൊപ്പമാണ് പോലീസുകാരൻ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും അടികൊണ്ട് കിടക്കുന്ന പെൺകുട്ടിയോട് അനുതാപം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല പോലീസ് എന്ന് പറയുന്നത് ശരിയല്ല. രക്ഷകർത്താക്കൾ എല്ലായിടത്തും ഉണ്ട്. രക്ഷകർത്താക്കളുടെ ആ റോളല്ല പോലീസിനുള്ളത്. പോലീസിന്റേതായ റോളാണ്. എന്താണോ അക്രമം കാണിച്ചത് അക്രമത്തിനെതിരായിട്ടാണ് പോലീസ് നിൽക്കേണ്ടത്. കേസ് എടുക്കേണ്ടതും തെളിവില് കേസ് അന്വേഷിച്ച് കോടതിയിൽ കൊടുക്കേണ്ടതും. പ്രതികരിച്ചോളൂ. സർ, നമ്മളെ സംബന്ധിച്ച് രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി സമയങ്ങളിലാണ് ഈ നോർമലി സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഡേ ലൈഫ് ഇല്ല. കമ്പ്യൂട്ടറിന്റെ മുന്നിലും വർക്ക് ടൈമാണ്.
നിങ്ങളൊക്കെ പണ്ട് എന്റെ അച്ഛനെ സംബന്ധിച്ച് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയാൽ വൈകുന്നേരം 5 മണിക്കുള്ളിൽ വീട്ടിൽ വരാം. അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ സുഹൃത്തുക്കളുമായിട്ട് പോകാം. ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും കാര്യം കഴിഞ്ഞ് വീട്ടിൽ കയറാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ പോയി ചായ കുടിക്കും, കുറച്ച് പാട്ടൊക്കെ പാടിയിരിക്കും, കുറച്ച് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ട്രെസ് റിലീഫാണത്. ഞങ്ങൾ ഇക്കാര്യം വന്നിട്ട് പല ആളുകളും പറയുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒരിടയ്ക്ക് പോലീസ് കേസൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഈ ക്രൗഡ് പുള്ളിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അങ്ങനെ സമയത്ത് ഞങ്ങൾ നിർത്തി. ഞങ്ങളുടെ ഈ ചായ കണക്ഷൻ ഞങ്ങളൊരു ബ്രേക്ക് ഇട്ടു, ഒരു 1.5 മാസത്തേക്ക്. അപ്പൊ പലരും ഇൻസ്റ്റാഗ്രാം വഴിയും നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഞങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾ നിർത്തിയത്? നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇനി രഹസ്യമായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ഇരുന്ന് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വരുന്നൂടെ? അങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരും ഞങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് ഈ മ്യൂസിക് ബാൻഡ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി? ഞങ്ങൾ കഫേയിലൊക്കെ പോയി ഇത് എന്താ പറയുന്നത്, വളരെ ഫോർമലായിട്ടുള്ള ഇൻഫോർമലായിട്ട് ഒരു കഫേ പോയി പാട്ടുപാടി ആൾക്കാരിങ്ങനെ കൂടി ഓർഗാനിക്കായിട്ട് വളർന്നു വന്ന ഒരു കമ്മ്യൂണിറ്റി. അതൊരു പ്രൊഫഷണൽ രീതിയിലാണോ അതോ പ്രൊഫഷണൽ വേയിൽ ഒരു അമച്വർ വേയില് ഓർഗാനിക് ആയിട്ട് വളർന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ദ്രവ്യത്തിന്റെ ഇഫക്റ്റ് ഉണ്ടോ? ദ്രവ്യത്തിന്റെ എഫക്റ്റ് ഒന്നുമില്ല. ദ്രവ്യത്തിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഇത് ലൈക്ക് ഷോസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ബാൻഡായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു മ്യൂസിക് കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ അതിൽ കുറെ പേരുണ്ട്, ഇഷ്ടംപോലെ. ഈ രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ബാൻഡാണല്ലോ അത് അല്ലേ? അവതരിപ്പിക്കുന്ന സമയത്ത് ക്രൗഡ് കൂടി മറ്റുള്ളവർക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ചില പരാതികൾ വന്നപ്പോ ഞങ്ങൾ അതുപോലെ അത് അവിടെ നിർത്തി. നമ്മൾ പിന്നെ അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നിടത്ത് നമ്മൾ ഇരിക്കേണ്ട ആവശ്യം. കാരണം ഈ രാത്രി കാലങ്ങളിൽ എനിക്കൊന്ന് ഈ നൈറ്റ് ലൈഫ് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലാണ് കേരളത്തിലെ മറ്റു 2 നഗരങ്ങളെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളത്. അപ്പൊ അവിടെ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? ആളുകൾ കൂടുതൽ വരാനൊക്കെ കാരണമായോ? പിന്നെ ആളുകൾ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ IT ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു റിലാക്സേഷന് ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് പാട്ടുകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാവരും ഇരുന്ന്, അതും ഞങ്ങൾ വളരെ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ ആരെയും ചാർജ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഫ്രീ ആയിട്ട് കുറച്ച് ഒരു കൂട്ടായ്മ, ഒരു സാമൂഹിക കൂട്ടായ്മ. അതായത് ജോലി വീട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തേർഡ് സ്പേസ്, ഒരു സ്ട്രെസ് കുറയ്ക്കാൻ, ഒന്ന് ചില്ല് ചെയ്യാൻ. നമ്മൾ പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഇരുന്ന് നമ്മൾ കഥകളൊക്കെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി സൊറ പറയാനും അങ്ങനത്തെ ഒരു സംഭവം, ഒരു കോളേജ് ക്യാൻറ്റീൻ വൈബ് സത്യം പറഞ്ഞ. അപ്പൊ സാമാന്യമായ വസ്ത്രം ധരിക്കുക, സഭ്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ള സാമാന്യമായ ഒരു ഉത്തരവാദിത്തം, ഒരു കടമ പൊതുസമൂഹത്തിന് നമുക്കുണ്ട്. ഇത് നിങ്ങൾ പറയുമ്പോ എന്നോടാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്ന് സാമാന്യ വസ്ത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞതേ സഭ്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് സാമാന്യേന നമ്മൾ പൊതുസമൂഹത്തോട് കാണിക്കുന്ന മര്യാദയാണ്. അത് ചെയ്യേണ്ടതാണ്. മറുപടി പറയാം, ഞാൻ പറയാം. നിങ്ങൾ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ് അടിച്ച് ഈ കള്ളും കഞ്ചാവും അടിച്ചിട്ട് ഇങ്ങനെ വരുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന വളരെ മൈന്യൂട്ട് ഒരു 1% ആളുകളെങ്കിലും ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ ഇടങ്ങളിൽ ഉണ്ടാകും. അവരിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ തക്ക തരത്തിൽ നിങ്ങൾ മോശമായ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഇത് ഞാൻ പറഞ്ഞ ജനറലൈസ് പറയുമല്ല, വളരെ കുറച്ച് ആൾക്കാർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഈ പറയുന്ന മാനസികമായ വൈകല്യമുള്ള ആളുകൾക്കോ ഞാൻ പറയുന്നത് കേൾക്കൂ. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ മാനസിക രോഗികൾക്ക് മുന്നിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോ മനസ്സിലായില്ലേ? ചോദിക്കുമ്പോ ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ഈ സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു ഒരു വസ്തുത കേട്ടിട്ടുണ്ടോ? അതായത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും പൊതുസമൂഹങ്ങളിൽ ഇടങ്ങളിൽ പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് ഏതായാലും നമ്മൾ ഇവിടെ ആരും കടകളിൽ വിൽക്കാത്ത ഡ്രസ്സുകളല്ല ആരും ഇവിടെ വാങ്ങുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവിടെ കൊടുക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളെ കടകളിൽ വിൽക്കാറുള്ളൂ. അതുകൊണ്ടനുസരിച്ച് ഞങ്ങൾ ആ വസ്ത്രങ്ങൾ ഇട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ സാർ പറയുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം സ്വന്തം കാശിന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന, അല്ലാതെ അപ്പന്റെ അപ്പൂപ്പന്റെ എല്ലാം അല്ല സാർ വളരുന്നത്, അതിനല്ല വളരുന്നത്. അപ്പൊ സാറ് പറയേണ്ട കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പൊ സാറ് പറഞ്ഞു മാന്യമായ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു.
സാറിന്റെ സ്റ്റേറ്റ്മെന്റ് തരാം. ഞാൻ ചോദിക്കട്ടെ, ഈ മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് സാർ ഉദ്ദേശിക്കുന്നത്? കാരണം ഞാൻ എല്ലാവരും സ്ലീവ്ലെസ് വ്യത്യാസമില്ലാതെ കാണിച്ചു തരാം സാർ. ഷർട്ട് ഫുട്ബോൾ കളി സാറിന് വേണോ? നമ്മുടെ നമുക്ക് കമ്മ്യൂണിറ്റി സാർ വരും. ആദിത്യ ഒന്ന് പറയട്ടെ. ആദിത്യ അടിപൊളി സൂപ്പർ സെക്സി ആയിട്ടിരിക്കുന്നു സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര സെക്സി സാർ. എന്തിനാണ് കൈ കാണിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതെ, സാറിന് അവരവരുടേതായിട്ടുള്ള ഒരു ചോയ്സ്. അതിൽ ബാക്കിയുള്ളവരൊന്നും പറയാൻ പോകേണ്ട ആവശ്യം. നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ആസ്വദിക്കാൻ ഇവിടെ നൈറ്റ് ലൈഫിനെ കുറിച്ച് ചർച്ച നടന്നപ്പോൾ ആസ്വദിക്കുന്നവരും ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തവരും തമ്മിൽ ചർച്ച നടന്നത്. പക്ഷെ അനുഭവിക്കുന്നവരെ കുറിച്ചിട്ട് ചർച്ച നടന്നില്ല. താമസക്കാർ ഈ നൈറ്റ് ലൈഫ് ഉണ്ടാക്കുന്ന സിറ്റി അല്ലെ ഗ്രാമം എവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ ഇത് കാരണം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട. ശബ്ദം ആദ്യം പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈറ്റ് പൊല്യൂഷൻ. ഇപ്പൊ എത്ര പേർക്ക് കൊച്ചിയിൽ നിന്ന് നക്ഷത്രം കാണാൻ പറ്റും? എന്തോരം നക്ഷത്രങ്ങളുടെ കൗണ്ട് കുറഞ്ഞു. ഇതാണ് ലൈറ്റ് പൊല്യൂഷൻ കാരണം നക്ഷത്രങ്ങളെ കാണുന്നില്ല. സൗണ്ട് പൊല്യൂഷൻ കാരണം ആൾക്കാർക്ക് ഉറക്കമില്ല. പിന്നെ മനസ്സിലാക്കണം, എല്ലാവരും തൊഴിലാളികളാണ്. കുറെ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്ത് വന്നു കഴിയുമ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഇപ്പൊ പുറത്തെ ശബ്ദവും ബഹളമൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് ഇത് കിട്ടും? ഒന്നും കൂടി സ്ട്രെസ് കൂട്ടാണ്. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് സ്ട്രെസ് കൂട്ടി ഒരു തെറ്റിദ്ധാരണയുണ്ട്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല വന്നിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കോട്ടെ. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളിയത്തിലെ ഇത് വെച്ചിട്ടല്ല. ഇപ്പൊ ജർമ്മനിയിൽ 9 മണി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അനുവാദമില്ല. മീൻസ് അപ്പുറത്തെ ആളുകൾക്ക് ഉറങ്ങണം. അതേ എടുത്ത് തന്നെ ആക്റ്റീവ് നൈറ്റ് ലൈഫ് ഉണ്ട്. അത് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ അതിനടുത്ത് നിൽക്കുന്നവരാണ്. തായ്ലൻഡിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടല്ല, കുറഞ്ഞ വോളിയം. പക്ഷെ അവിടെ ഇരുന്ന് പാട്ട് കൈകൊട്ടി പാടാം. അതുപോലെ തന്നെ നമ്മളെ ഗിറ്റാർ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മൈക്ക് ഇല്ലാതെ അത് ഉപയോഗിക്കാം. ഈ പൊല്യൂഷൻ പ്രശ്നം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യ സമയത്തൊക്കെ നമുക്ക് ഒരു അരമണിക്കൂറുടെ ഇത് തരുമെന്ന് ചോദിക്കുമ്പോൾ അടുത്തൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ പ്രായമായ ആൾക്കാരുണ്ട്, അസുഖക്കാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം. എല്ലാ മനുഷ്യരും റെസ്പെക്ടോടെ നമ്മൾ ആദ്യം ഈ കാര്യത്തില് പരിഗണിക്കേണ്ടത് ആ ലോക്കൽ വ്യക്തികളെയാണ്. എന്നിട്ട് അല്ലല്ല, അതാ പറഞ്ഞത്. 9:30 മണി വരെ ഇവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്. അതായത് സൗണ്ട് പൊല്യൂഷൻ ഒക്കെ ആവാം എന്നുള്ള ഒരു സാധനമാണ്. പിന്നെ ഇതിന്റെ നിയന്ത്രണം വരുന്നത് എപ്പോഴും ഈ പറഞ്ഞ നമ്മളൊരു പരിപാടി എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കോർപ്പറേഷനിൽ പോയി എല്ലാം ചെയ്തിട്ടാ ചെയ്യുന്നത്. അല്ല സാർ, അതാ നമ്മൾ അങ്ങനെയാണ് പരിപാടി ചെയ്യുന്നത് സാർ. ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ പരിപാടി പൂർണ്ണമായിട്ട് വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈമിനുള്ളിൽ നമ്മൾ അത് അവസാനിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നിയമപാലകരാണ്. അത് പരിസരവാസികൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് ലൈഫ് വേണോ എന്നൊരു ചോദ്യത്തിലുപരി സേഫർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നൈറ്റ് അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരും ക്ലബ്സ് അല്ലെങ്കിൽ ബാർ അങ്ങനെ ഒരു സൈഡിലോട്ടാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ചിന്തിക്കുന്നത്. അത് തെറ്റാണെന്നല്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആ ഒരു ജോലിയുടെ സ്ട്രെസ്സും അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടുന്നവരൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ മനുഷ്യരല്ലേ, സാമൂഹിക ജീവികൾ എന്നാണ് മനുഷ്യരെ പറയുന്നത്. അതായത് സമൂഹത്തിൽ ഇടപഴകി ജീവിക്കേണ്ടവരല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്ത് ഹ്യൂമൻസ് ആയിട്ട് സംസാരിച്ച് നമ്മളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നഗരങ്ങൾ സുരക്ഷിതമാണോ? കാര്യം പെൺകുട്ടികൾ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കണമല്ലോ. നഗരങ്ങൾ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പോലീസ് പെട്രോളിങ്ങും നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി ഒന്ന് സേഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമാകാം. നമ്മുടെ വിലങ്ങര സാറല്ലേ രണ്ടാമത് പ്രശാന്ത് വിലങ്ങരയ്ക്ക് ഒരു അഭിപ്രായമുണ്ട്. നിങ്ങൾ അത്യാവശ്യം സഭ്യമായ വേഷം ധരിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് അപകടമില്ലാതെ തിരിച്ചു വീട്ടിൽ കയറാം. അത് ഞാൻ പറയട്ടെ, നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അത് എന്ത് ധരിക്കണം എന്ന് നമ്മുടെ തീരുമാനമാണ്. പക്ഷേ പൊതുപ്രവർത്തകരല്ല തീരുമാനിക്കുന്നത്. അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല, നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എവിടെ എന്ത് ധരിക്കണം, സാഹചര്യം നോക്കണം. ഇപ്പൊ ഒരു മരണ വീട്ടിൽ ധരിക്കേണ്ട വസ്ത്രത്തിന് ഒരു രീതിയുണ്ട്, അതേസമയം പബ്ബിൽ ധരിക്കേണ്ട വസ്ത്രത്തിൽ വേറൊരു രീതിയുണ്ട്. അപ്പൊ സാഹചര്യം നമ്മൾ നോക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറൊരാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വേറൊരാളുടെ പ്രവർത്തനം നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് പ്രവർത്തിക്കും, എന്ത് റിയാക്ട് ചെയ്യുന്നവർ നമുക്ക് ഒരിക്കലും നൈറ്റ് ലൈഫിനെ കുറിച്ചാണ്.
നൈറ്റ് ലൈഫിനെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് 100% അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അത് സുരക്ഷ ഉറപ്പാക്കണം. എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ സുരക്ഷ ഇല്ലാതെ എടുത്ത് പലരും ചാടുന്നുണ്ടല്ലോ. നമ്മൾ കാണുന്നില്ലേ, ഒരു പിഞ്ചു കുഞ്ഞിനെ മോളിന്ന് വലിച്ചെറിയുന്നത് തുടങ്ങി സ്ത്രീകളെ ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? രാത്രി തന്നെ വേണമെന്നില്ലല്ലോ, പകലുമാകാം. പക്ഷേ അതിന് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അന്ന് നമ്മളൊക്കെ പകല് രാവിലെ വെളുപ്പിനെ എണീറ്റ് കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് അവരെ സ്കൂളിൽ വിടുകയും നമ്മൾ ജോലിക്ക് പോകും. രാത്രിയാവുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് എത്തുന്ന ഒരു സംസ്കാരമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായി നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കിനിപ്പോ അതിനുള്ള സമയവുമില്ല. എനിക്കിനിപ്പോ അതിനുള്ള സമയവുമില്ല. ഇന്നത്തെ ചില ഡെവലപ്മെന്റ് കാണുമ്പോൾ നൈറ്റ് ലൈഫ് ഉണ്ട്. അമ്പലം, പള്ളി, ഉത്സവങ്ങൾ, പെരുന്നാളിന് മാത്രമാണ് അന്ന് ലിമിറ്റ് ചെയ്തിരുന്നു. അവർ ബാക്കി ആർക്കും കൊടുത്തിരുന്നില്ല. ഇത് എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ എല്ലാവരും ഉല്ലാസത്തോടെ അമ്പലത്തിൽ പോകും. അല്ലെങ്കിൽ ആ ഓണം എല്ലാ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ അടുത്താണ്. അവിടെ നമുക്ക് കടക്കാൻ കഴിയില്ല. 6 മണിക്ക് ശേഷം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കാണുന്നുണ്ട്. അത് ഒരമ്മയാണ്, അമ്മുമ്മയുമാണ്, വലിയ മക്കളുള്ള അമ്മുമ്മയാണ്. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് അല്ല, ആൾക്കാർ പേടിക്കും അങ്ങനെ കേട്ടാൽ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ അതിന് നമ്മൾ പാലാരിവട്ടം നമ്മൾ അതിനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്റെ വഴി കൂടെ ഞാൻ ബസ് ഇറങ്ങി നടന്നു പോകുമ്പോൾ അവര് നമ്മളെ ആക്രമിക്കാൻ വരികയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. മയക്കുമരുന്ന് അത് നമുക്ക് നിർമാർജനം ചെയ്യണം. അത് ഈ നടക്കുന്ന രാത്രി ഡ്രൈവുകൾ രാത്രിയെ പകലാക്കുന്നു. അതാണ് ആ യുവതലമുറ ചെയ്യുന്നത്. രാത്രിയെ പകലാക്കുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരത്തിനെ ഞാൻ അവഗണിക്കുകയല്ല, അത് അനിവാര്യമാണ്. ഐടിയിലൊക്കെ പോകുന്ന കുട്ടികൾക്കും അതുപോലുള്ള മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പക്ഷേ സാറേ, അതിനകത്ത് ഒരുപാട് വിപത്തുകളുണ്ട്. അതിൽ നിന്നും അതിനെ മിസ്യൂസ് ചെയ്യുന്ന, ശാരീരികമായും മാനസികമായിട്ടും മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ആ അവസ്ഥയിലുണ്ടാകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ നമുക്ക് നോർമൽ ആൻഡ് അബ്നോർമൽ എന്ന് 2 തട്ടിൽ കാണേണ്ടതായി വരും. ക്രൈമിനെ മാഡം പറഞ്ഞതിനകത്ത് ഞാൻ അനുകൂലിക്കാം. അതായത് ക്രൈം ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള കഞ്ചാവും മധുവൊക്കെ അടിച്ചിട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടികൾ കൃത്യമായി ഉണ്ടാവണം. അതേസമയം കാണാൻ പാടില്ലാത്ത കാഴ്ച എന്ന് പറഞ്ഞത് എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനൊരു വിവരണം തന്നു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ഞാൻ സംസാരിക്കാം. അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ മതി. അറിയാം സാർ, കേരളത്തിൽ സെക്സ് വർക്ക് വരെ ചെയ്യുന്ന ആളുകൾ അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഭീകരമായ കാഴ്ചയാണ്. എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നത്? അത് നഗ്നമായി ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ നോക്കേണ്ട കാര്യമില്ല മാഡം. അതാണ് ഞാൻ വന്നത് ആ പോയിന്റിലേക്ക്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മാഡം. അതാരും നോക്കേണ്ട കാര്യമില്ല. നഗ്നതയും ഉണ്ടാക്കൂല ആരും. ഒരു മനുഷ്യനും റോഡിൽ കിടന്ന് നഗ്നതയിൽ സെക്സ് ചെയ്യത്തില്ല. ഞാൻ ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു കഥ കണ്ടിട്ടില്ല. നിങ്ങൾ അതേസമയം ഒരാളുടെ സ്വകാര്യത, അവരുടെ ഇഷ്ടം പോലെ ഇടങ്ങളിലാകണം. അമ്മ പറഞ്ഞു നിശ്ചയിക്കേണ്ട നിങ്ങളല്ല. സ്വകാര്യ ഇടങ്ങൾ നിങ്ങൾ നിശ്ചയിച്ചോ. സ്വകാര്യ ഇടങ്ങളിൽ നിങ്ങളുടെ സ്വകാര്യത ആയിക്കോട്ടെ. മറിച്ച് നിങ്ങൾ നഗ്നരായി പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് എന്ത് തോന്നിയ അവസ്ഥ കാണിക്കാന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ പറ്റും? അമ്മ പറഞ്ഞില്ലേ, പകലിനെ നിങ്ങൾ പകലിനെ രാത്രിയാക്കുകയല്ല, നിങ്ങൾ പകലിനെ രാത്രിയെ മറയാക്കുകയാണ്. ഞാൻ പറഞ്ഞത് അവരവരുടെ സ്വകാര്യ ഇഷ്ടങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാ പറഞ്ഞത്, അല്ലാതെ തോന്നിവാസമല്ല സാർ. നീ പറഞ്ഞു എന്താണ്, എവിടെയാണ് നഗ്നത കണ്ടതെന്ന്.
ഞാൻ 2017 മറൈൻ ഡ്രൈവിലുണ്ടായ വിഷയം നിങ്ങളൊക്കെ സദാചാര പോലീസ് എന്ന് ഓമന പേര് വിളിക്കുന്നു. അവിടെ 17 അവിടെ എന്തായിരുന്നു നടന്നത്? ഈ ചുംബന സമരവുമായിട്ടുണ്ടായ സംഭവം 2017 മറൈൻ ഡ്രൈവില് അവിടെ സദാചാര ആക്രമണം നടന്നുകൊണ്ട് ഞങ്ങളൊക്കെ പിടിച്ച് ജയിലിട്ടത്. അവിടെ പൊളിക്കാൻ പോയി. എന്തായിരുന്നു സംഭവം? 100 കണക്കിന് കുടകളെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികളെ 8ഉം 10ഉം വയസ്സും 12ഉം 13ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ ഈ ചെറുപ്പക്കാരുടെ കൂടെ അവിടെ വന്ന് കുടകൾ നിരന്നിരിക്കുന്ന ചിത്രം ഗൂഗിളിൽ അടിച്ചു നോക്കൂ. മറൈൻ ഡ്രൈവ് എന്തായിരുന്നു അവിടെ പരിപാടി? പൊതുസമൂഹം പ്രതികരിക്കും. അവിടെ ഒരു മറുപടി കൊണ്ട് കയ്യിൽ പോയിട്ടാണ് ആളുകളെ അടിച്ചിട്ടാണ്. സാറ് പറഞ്ഞു ഈ സഭ്യമായ രീതിയിൽ ഇങ്ങനെയാണോ സാർ കയ്യിൽ ചൂരിലും കൊണ്ട് പോയിട്ട് ഏതോ ഒരുത്തന്റെ മക്കളെയും അവരുടെ ബാക്കി ആളുകളെ ചൂരോട് തല്ലുന്നതാണോ സാർ സഭ്യത? അതാണോ നമ്മുടെ അടുത്തൊരു ചോദ്യമുണ്ട്. നഗ്നമായെന്ന് പറഞ്ഞ നമ്മൾ നിയമസഹായം തേടേണ്ടിയിരിക്കുന്നു. സാർ പബ്ലിക്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ സെക്സ് സാധ്യമാണോ? സാധ്യമാണോ സാർ? സംശയമാണ്. പബ്ലിക്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ സെക്സ് സാധ്യമാണോ സാർ? അല്ല അങ്ങനെ കാണുന്ന സാഹചര്യത്തിൽ സാർ പ്ലീസ് കോൾ ദ ഫോൺ പോലീസ്. റിപ്ലൈ 2 മാസം മുമ്പ് സ്റ്റേഡിയത്തിന് മുമ്പിലെ മെട്രോ സ്റ്റേഷനില് പോലീസുകാർ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടത് പെൺകുട്ടികളെ. നൂല് വസ്ത്രമില്ല. ഇതാണ് നൈറ്റ് ലൈഫ്. ഇതിൽ വന്ന തർക്കം എന്ന് പറയുന്നത് വസ്ത്രധാരണത്തെ സഭ്യതയെ പറ്റിയൊക്കെയാ. സഭ്യത എന്ന് പറയുന്നത് അത് കാണുന്ന ആളിന്റെ കണ്ണിന്റെയും അയാളുടെ ചിന്താഗതിയുടെയും ആ അവസ്ഥയാണ് അതിനകത്ത് വരുന്നത്. ആ മറ്റേ ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ വരുന്ന പുതിയ തലമുറ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പഴയ ആൾക്കാർ കുറച്ച് ശ്രമിക്കണം. കാരണം മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വേണം. നമ്മുടെ കാലത്ത്, അതായത് ഇപ്പൊ 60 വയസ്സോ 55 70 വയസ്സൊക്കെ ഉള്ള നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇന്ന് കാലത്ത് നടക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി പാടില്ല. കാരണം ഇവിടെ മാത്രമല്ല ഇപ്പം ഓപ്പൺ സെക്സ് പറ്റില്ലത് നിയമവിരുദ്ധമാണ്. കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ചോദിച്ചത് എവിടെയാണ് ഒരിക്കലും നടന്നതായിട്ട് നമ്മൾ ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ്. പഠിത്തം കഴിഞ്ഞ് രാത്രി ഒരു കോളേജ് പഠിത്തത്തിന്റെ സ്ട്രെസ് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് രാത്രി നമ്മളൊരു സ്ഥലത്ത് ചായ കുടിക്കാനൊക്കെ പോകും. അപ്പൊ ഇവര് സദാചാര പോലീസ് അല്ല പറഞ്ഞത്, സദാചാര ഗുണ്ടകളെന്നാണ് പറയേണ്ടത്. ഇവര് ചൂരിലെടുത്ത് ഇറങ്ങുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ കിടന്ന് തുടങ്ങിയാൽ പോലെ എന്തിനു പുറത്ത് പോയിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ കിടന്നിടക്കുന്നത്? മലയാളികളുടെ പുതിയ സ്വഭാവം ഉണ്ട്. അതായത് സ്വന്തം ജീവിതം നോക്കൂല, ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് പോയി. അപ്പൊ എന്താണ് പള്ളിന്നുള്ളത്? വീട്ടിൽ കിടന്ന് തുടങ്ങിയാൽ പോരെ? രാത്രി എന്തിനാണ് ഈ പറയുന്നത് പുറത്ത് കിടക്കുന്നത്? വീട്ടിൽ കിടന്ന് തുടങ്ങിയാൽ പോരെ? വീട്ടിൽ കിടന്ന് തുടങ്ങിയാൽ പോരെ? എന്തിനാണ് പുറത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് ഇടപെടാതിരിക്കുന്നത്? അൽകേഷ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ പഠിച്ച് ഒരുപാട് മാനസികമായി അസ്വസ്ഥമായ സ്ട്രെസ് ആയ സമയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ തെരുവിൽ ഇറങ്ങി പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അമ്മയെ വിളിച്ചോ. ഒന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. അമ്മയെ വിളിച്ചോണത്തി ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ ആ ചായക്കകത്ത് അമ്മയുടെ സ്നേഹം ഉണ്ടാവും. 12 അമ്മയുടെ സ്നേഹം കൂടി ഉണ്ടാവും. രാത്രി 12 മണി നിങ്ങൾക്ക് എന്തുകൊണ്ട് പുച്ഛം തോന്നുന്നു? ആ അമ്മയുടെ സ്നേഹത്തില്, ആ അമ്മയുടെ വാത്സല്യം ആ ചായക്കകത്തുണ്ടാവും. ചേട്ടനുണ്ടാക്കാൻ അറിയില്ലേ? ഒരാൾക്ക് രാത്രി 4 മണിക്ക് എണീറ്റ് വേറൊരാളെ എന്റെ പ്രശ്നമാണ്. ഈ സമയത്ത് സ്കൂള് വിട്ട് വരുന്ന ചെറിയ കുട്ടികളുണ്ട്. അവർക്ക് നമുക്ക് എന്ത് സന്ദേശമാണ് ഇതിന് നൽകാനുള്ളത്?
ഇത് കാണുന്ന സന്ദേശം കൊടുക്കണം അവർക്ക്. മാഡം, അവര് 4 മണിക്ക് മുമ്പ് കേൾക്കാൻ മോശമായ സന്ദേശമാണ് അവർക്ക് ലഭിക്കുന്നത്. കാര്യം അവരെ അതിന് ആക്രമണത്തിനും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വാസനയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, എന്ത് മോശമായ സന്ദേശമാണ് ഇതിന് കിട്ടുന്നത്? മോശമായത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി അല്ല, ഇപ്പൊ നേരത്തെ സാറേ നമ്മള് തിരുവനന്തപുരം എറണാകുളം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും കോഴിക്കോടൊക്കെ നൈറ്റ് ലൈഫ് ഓക്കെയാണ്. എന്നാൽ ഇപ്പൊ പുതിയൊരു നിയമം വന്നതുകൊണ്ട് 10 മണിക്ക് ശേഷം സൗണ്ട് നമുക്ക് അലൗഡ് അല്ല. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഞാനൊരു പുനലൂരുകാരനാണ്, ഒരു കൊട്ടാരക്കരക്കാരനാണ്. നമ്മുടെ നാട്ടിലൊന്നും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ പറമ്പുകള്, പള്ളിപ്പറമ്പുകളിലുള്ള ഗാനമേള പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ ന്യൂ ഇയറിന് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഒരു ലാപ്ടോപ്പ് ചവിട്ടിപ്പൊടിച്ച ഒരു പോലീസുകാരനുണ്ട്. സാറിന് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല, 5-6 മാസം. അപ്പൊ അന്ന് മുഖ്യമന്ത്രി അതിന് ഇടപെട്ടു, എല്ലാം സോൾവ് ആയെന്നാ പറഞ്ഞത്. ഒന്നും സോൾവ് ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ കേസിന്റെ പുറകെ നടക്കുക. ലോകം വളർന്നു. പഴയ പോലെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അല്ല ലൈഫ്. എക്കോണമി മാറി, ഗ്ലോബലായി. നമ്മൾ വിദേശ നാടുകളുടെ സമയത്തിന് ജോലി ചെയ്തു തുടങ്ങി. IT ഇൻഡസ്ട്രീസ് 24 hours വർക്ക് ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചർ, എയർപോർട്ട്സ്, റെയിൽവേ സ്റ്റേഷൻസ്, സീപോർട്ട്, ബസ് സ്റ്റേഷൻസ് എല്ലാം അറിഞ്ഞോ? എല്ലാം 24 hours ആണ്. അപ്പൊ ലൈഫ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. അതിൽ നിന്ന് നമുക്ക് നൈറ്റ് ലൈഫ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കാൻ പറ്റില്ല. അതിന് വേണ്ട സുരക്ഷിതത്വങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുക. അതാണ് ഒരു സിവിക് സെൻസോടുകൂടെ ആളുകൾ പെരുമാറുക. അത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്, ചോയ്സ് ആണ്. അതിൽ നമുക്ക് ഒരാളുടെ അഭിപ്രായം മറ്റാളുടെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അല്ലെ, നമുക്ക് സ്വതന്ത്രമായിട്ട് രാത്രിയും പകലും വ്യത്യാസം നടക്കാനുള്ള അവസരം വേണ്ടേ? ക്രൈമുകൾക്ക് രാത്രി പകലും പറഞ്ഞ വ്യത്യാസമുണ്ടോ? പകല് ക്രൈം നടക്കുന്നില്ലേ? ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും ചെയ്യേണ്ട ആത്മനിയന്ത്രണവും അതുകൂടെ സമൂഹം കൊണ്ടുവരേണ്ടതായിട്ടുള്ള മാറ്റങ്ങളുമാണ്. നമുക്ക് ഒരാളുടെയും പേഴ്സണൽ ചോയ്സസിനെ നമുക്ക് നൈറ്റ് ലൈഫ് അനുവദിക്കാൻ തന്നെ വേണം. ഒരാൾക്ക് നൈറ്റ് ലൈഫിന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇല്ല എന്ന് പറയാൻ നമുക്ക് എന്താ റൈറ്റ്? മനുഷ്യാവകാശ പ്രവർത്തനല്ലേ? അങ്ങനെ പറയൂ. നമസ്കാരം. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാല് ഇവിടുത്തെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്ന് എന്താ വെച്ചാൽ നൈറ്റ് ലൈഫ് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും മറ്റുള്ള പിന്നെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ബയോളജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് പകല് അധ്വാനവും രാത്രി അധ്വാനമുണ്ട് അല്ല പറയുന്നത് രാത്രി അധ്വാനമുണ്ട്. കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ എന്നാ പോലും രാത്രി ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം, അനിവാര്യമാണ്. അല്ല പകലുറങ്ങും, പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ രാത്രി ജോലിയുള്ളവർ 8 മണിക്ക് ഡ്യൂട്ടി കയറുന്ന ആൾക്കാർ രാത്രി ജോലിയുള്ളവർ 4 മണി വരെ അവരുടെ ഷിഫ്റ്റ് പോവാ. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഇങ്ങനെയുള്ള ഉറക്കത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും വെച്ചിട്ട് ശാരീരികമായിട്ടുള്ള നമ്മുടെ പിന്നെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ കടന്നുകൂടിക്കൊണ്ടുവരികയാണ്. മൈൻഡ് സ്ട്രെസ് കൊണ്ട് തന്നെ വരുന്ന പിന്നെ ഈ കാര്യങ്ങളുണ്ട്, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവർക്കൊക്കെ പല രോഗങ്ങളും വന്നു ഭവിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നൈറ്റ് ലൈഫ് വേണ്ട എന്ന തരത്തിൽ വാദിക്കുന്നതുമാണ് ഞാൻ വാദിക്കുക. വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നൈറ്റ് ലൈഫ് ആവശ്യമില്ല. പിന്നെ സഞ്ചാരം രാത്രി പുറത്തിറങ്ങാറുണ്ടോ? അല്ല രാത്രി പുറത്തിറങ്ങാറുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. നൈറ്റ് ലൈഫ് പറയുന്നത് മറ്റുള്ളവർക്ക് ന്യൂസൻസ് ആയി പോകുന്ന അവസ്ഥയിലേക്ക്. അതാണ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. 18 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. റീസൺ എന്താണ്? നിങ്ങൾ നൈറ്റിൽ ഉറങ്ങുന്നില്ല. യെസ്, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആധികാരികമായിട്ട് തന്നെ പറയാണ്, അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഹോർമോൺസും നമുക്ക് ആവശ്യമുള്ള പല ഹോർമോൺസും സബ്സ്റ്റൻസും രാത്രി സ്ലീപ്പിലാണ് ഉണ്ടാകുന്നത്. യെസ്, ഈ സ്ലീപ്പില് വിദേശ നാടുകളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. ഇല്ല, അവര് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് സാർ. സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഹോർമോൺസ് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇത് രാത്രിയില് ഡാർക്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് എത്ര ഇട്ടാലും അത് സിന്തസിസ് ചെയ്യില്ല, ഡാർക്കിൽ തന്നെ ചെയ്യുള്ളൂ. ഈ മെലറ്റോണിൻ ചെയ്യില്ല, സ്ലീപ്പിലെയാണ് ഉണ്ടാക്കുന്നത്. ഈ മെലറ്റോണിൻ ആണ് മിക്ക ഹോർമോൺസിനെയും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ TSHന്റെ ആക്ടിവിറ്റി, ഇൻസുലിന്റെ ആക്ടിവിറ്റി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ മെലറ്റോണിനാണ്. ഞാൻ വളരെ ആധികാരികമായിട്ട് തന്നെ പറയുകയാണ്. ഈ നൈറ്റിൽ നമ്മുടെ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. IT ഡിപ്പാർട്ട്മെന്റിലെ 70% ആൾക്കാരുടെ ഫാമിലി ലൈഫ് സാറൊന്ന് അന്വേഷിച്ചു നോക്ക്. കാരണം അവർക്ക് സ്ട്രെസ് ആണ്. ഇറങ്ങുന്നതല്ല, കൂടുകയാണ് ചെയ്യുന്ന ഉറക്കമില്ലാത്തത് കൊണ്ട്. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ
നമ്മള് ശരിക്കും അതിന്റെ ഫസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചതേ ഉറക്കത്തിലല്ലേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നെന്ന് പറയുന്നത്, അത് രാത്രി തന്നെ ആകണമെന്നില്ലല്ലോ. ആകണമെന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് സാർ ഡാർക്ക് എന്നാൽ ഇരുട്ട് റൂമിൽ ഒരു 8 hours സ്ലീപ്പ് ചെയ്താൽ എന്തറിയാം അവർക്ക്? ഇത് നമ്മള് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ സാറേ, നമ്മള് പിന്നെ ആസ്പെറ്റോസിന്റെയും സിമെന്റിന്റെയും ഫാക്ടറിയിലൊക്കെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളത് പൂട്ടിക്കെട്ടുന്നുണ്ടോ? ഇല്ല. അവിടെ ആൾക്കാർ ജീവിക്കുന്നില്ലേ, വർക്ക് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ആക്ഷേപിക്കുകയല്ല. IT ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി എടുത്തു നോക്കൂ, 70% ആൾക്കാരിലും പ്രോബ്ലം ഉണ്ട്. ടെൻഷൻ ആവും. അതെ, ഉണ്ടാവണം സാർ. ആവാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. റൊട്ടേഷണൽ ഷിഫ്റ്റ് വരും ഞങ്ങൾക്ക്. അപ്പം മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള കമ്പനീസിൽ യൂറോപ്യൻ പ്രോജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഡേ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണ് നമ്മൾ ചില്ലായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം നൈറ്റ് ലൈഫ് വേണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാനിപ്പോൾ ഈ ചായ കണക്ഷൻസ് ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾക്ക് ജാമിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് നല്ല രീതി സ്ട്രെസ് റിലീഫ് ഉണ്ട്. ശാരീരിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും മെഡിക്കൽ പരിശോധന ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാറില്ല. ഞാനാണെങ്കിൽ പരിശോധന നടത്താൻ എങ്ങനെ അറിയും അല്ല പ്രശ്നം ഉണ്ടോന്ന്? അദ്ദേഹം പറഞ്ഞത് അടിച്ചു പോകുന്ന ആ കാലത്തിലേക്ക് 7 hours ഉറങ്ങണമെന്നാണ്. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നൈറ്റ് ലൈഫ് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതേവരെ ഒരു സിഗരറ്റോ ബിയറോ ആൽക്കഹോളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവത്തില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ നൈറ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകലാണ് ഏറ്റവും കൂടുതലും ഈ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നത്. പകലാണ്. നമ്മൾ ചിന്തിക്കില്ലേ, പകലല്ലേ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പകലാണ്. അപ്പൊ നൈറ്റ് ലൈഫുമായിട്ട് ഇതിൽ കണക്ട് ചെയ്ത് നൈറ്റ് ലൈഫ് വേണ്ട എന്ന് ചിന്തിക്കുന്നത് അത് ഒരു അച്ഛൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ കുട്ടികൾ വന്ന് പെട്ടുപോകുമ്പോ, കുട്ടികൾ ചിലന്തി വല കെട്ടുന്ന പോലെയാണ്. കുട്ടികൾ വന്ന് പെട്ടുപോകുമ്പോ അവരിപ്പോ നിങ്ങൾ പറഞ്ഞ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൈയടിക്കുന്നത് നിങ്ങൾ കണ്ടോ? അതിന്റെ കാര്യം എന്താ അറിയോ? ആ തലമുറ സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ അവർക്ക് വലിയ ആഗ്രഹമാണ്. അവർ സ്വാഭാവികമായി കൈയടിക്കും. ആ പ്രായത്തിലുള്ള മക്കൾ എനിക്കുണ്ട്, അതുകൊണ്ട് പറയാണ് സ്വാഭാവികമായി കൈയടിക്കും. നിങ്ങൾ ആ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന മെസ്സേജ് ആണ് കൊടുക്കുന്നത്. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് മുന്നിൽ എന്റെ ആരോപണം. പണ്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, 4 മണിക്ക് സ്കൂളിൽ വിട്ട് ഇറങ്ങുന്ന കുട്ടികളെ നോക്കി ഇങ്ങനത്തെ മയക്കുമരുന്ന് ടീമുകൾ നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങണ്ടേ സാർ? സാർ നന്നാകണമെന്നുള്ളവർ നന്നാകും. അതിപ്പോ ഏത് എന്താ പറയുക ചവിട്ടിവിട്ടൊക്കെ ഇറങ്ങാലും നന്നാകും. സാറ് പറഞ്ഞത് നമ്മൾ ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആരെ നിർബന്ധിച്ച് ഇറങ്ങി വാന്ന് വിളിച്ച് വീട്ടിൽ പോയി വിളിക്കുന്നവരല്ല. എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് പുറത്തിറങ്ങണം എന്ന് എന്റെ മനസ്സ് പറയുന്നെങ്കിൽ എനിക്കുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സാർ നൈറ്റ് ലൈഫ് എല്ലാവർക്കും പറ്റിയതല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആസ്വദിച്ചോളൂ. നമ്മുടെ ഒരാൾ എപ്പോഴേ ചോദിക്കുന്നു, കലയും സംസ്കാരവും ഭക്ഷണവും ഒക്കെ ആസ്വദിക്കുന്ന രീതിയിൽ നൈറ്റ് ലൈഫ് വളരുവാണെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ ഈ നൈറ്റ് പലപ്പോഴും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലൈംഗികതയുടെ ഇടത്താവളങ്ങളായി മാറുമ്പോൾ പൊതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പൊതു ഇടങ്ങളിൽ ഇന്നുണ്ട്. പലയിടത്തും റോഡുകളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാണരുതാത്ത കാഴ്ചകൾ അതിരിവിട്ട് കാണുന്നു. ഒരു ചുംബനോ ഒരു കെട്ടിപ്പിടുത്തോ ഒന്നും അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ യുവതലമുറ കടന്നു പോകുന്നു. വസ്ത്രത്തിനുള്ളിൽ നമ്മൾ പൊതിഞ്ഞു നടക്കേണ്ട ശരീരഭാവങ്ങൾ പുറത്തിട്ടുകൊണ്ട് നമ്മൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നടക്കുമ്പോഴാണ് അത് ഈ ഗേൾസ് പൊതുവെ നമ്മളാരും നമുക്ക് മറക്കണം എന്നുള്ള സ്ഥലങ്ങൾ മാത്രം മറച്ചിട്ട് നടക്കാറുള്ളൂ. ആരും ഇത് വെളിയിലിട്ടിട്ട് നടക്കാനോ ലൈക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ നടക്കാനോ ആരും നടക്കണില്ല. പിന്നെ അവർക്ക് അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം, അവര് നടക്കട്ടെ. നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചോളൂ. അല്ലാണ്ട് അങ്ങനെ നടക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. കുറ്റകൃത്യം ചെയ്യാനുള്ള ഡ്രസ് ചെയ്ത്
പറതിട്ട് ഒരാളോട് റേപ്പ് ചെയ്യപ്പെടുന്നില്ലേ? അല്ല മോളെ, നിങ്ങൾ ഈ പറഞ്ഞ കണക്കാണ്. നിങ്ങൾ നല്ല വേഷം സാരി എടുത്ത് നിങ്ങൾ നല്ല വേഷം ഇട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ ചെയ്യാൻ പ്രകാശ് ഒരു സെക്കൻഡ്, ജെൻസി ഒരു അഭിപ്രായം, ഒരു സെക്കൻഡ്. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ രാത്രി വരുമ്പോഴത്തേക്കും അമ്മ എന്തെങ്കിലും സാരി എടുത്തോണ്ടായിരിക്കും നടക്കുന്നത്, ഷോർട്സ് സ്ലീവ്ലെസ് അല്ല, എന്നിട്ടും ആൾക്കാർ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സിന്റെ സംഭവത്തിൽ എങ്ങനെയാണ് ആൾക്കാർ ഉപദ്രവിക്കപ്പെടുന്നു എന്ന് പറയുന്നത്? അത് നല്ല ഡ്രസ് തന്നെ. ഞാൻ ഉദ്ദേശിച്ചതല്ല. സാധാരണ സാറേ, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ സിനിമാ മേഖലയിലെ ചില താരങ്ങള് ഇത് ഇങ്ങനെ പുതിയ തലമുറയെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടേതായ ഈ നേരത്തെ ആ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ മറക്കേണ്ട ഭാഗങ്ങൾ പലതും പുറത്ത് കാണാൻ തക്ക തരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ, ആ സ്വാതന്ത്ര്യം ഈ മീഡിയയിലൂടെ ഇത് എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ അവർക്ക് കുഴപ്പമില്ല, അവരെങ്ങനെ നടക്കുന്നു എന്നത് അവരുടെ കോൺഫിഡൻസ് ആണ്. അത് കണക്ട് ചെയ്താൽ പറയുന്നത് അവർക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തിനാണ് നമുക്കെന്തോ കുഴപ്പം? അവർക്ക് കുഴപ്പമില്ല, അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, നമുക്കൊന്നും കുഴപ്പമില്ല. ഇത് കുഴപ്പം നമുക്കല്ല സാർ. കുഴപ്പം എവിടെയാണെന്നറിയോ? ചെയ്യാനിരിക്കുന്നവനാണ്. എനിക്ക് ബുള്ളിങ് നേരിടുന്നുണ്ട്, ഞാൻ അതിനെ പ്രതികരിക്കുന്നുണ്ട്. രാത്രിയിൽ ബസ്സിനകത്ത് പീഡനം ഏറ്റിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. ഇന്നും ആ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ശക്തമായി പ്രതികരിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. 2019 ആദ്യമായിട്ട് ബസ്സിനകത്ത് പീഡനത്തിനെതിരെ അയാളെ കയ്യോടെ പിടിച്ചിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രിയിൽ യാത്ര പോയതിന്റെ പേരിലാണ് എനിക്കത് സംഭവിച്ചത്. എൻ്റെ സഞ്ചാരം എനിക്കെതിരെ വന്നത് വലിയ രീതിയിലുള്ള ഒരു പീഡനമായിട്ടാണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ ഈ വിഷയം ഇവിടെ ഇത് തുറന്ന് സംസാരിക്കുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിലും ഈ പറഞ്ഞ മൈനോറിറ്റി മനുഷ്യർക്ക് രാത്രി കാലങ്ങളിലും ഇറങ്ങി നടക്കുകയും വേണം. അവർക്ക് ഈ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫ് സാധ്യമാക്കി തന്നെ നമ്മളുടെ നടപടികളും. എന്റെ ചെറുപ്രായത്തില് ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് അവിടെ രാവിലെ 2 മണി വരെ ഡാൻസ് ബാറുകൾ, പബ്ബുകൾ ഉണ്ടായിരുന്നു. പബ്ബുകൾ ഉണ്ട്. പക്ഷെ അവിടെ അനുവദിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയപ്പോഴാണ് അവിടെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വന്നു. നമ്മുടെ നാടിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവിടെ തൂമ്പ് കയറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഈ അതെ, അങ്ങനെയുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് നല്ലത് തന്നെയാണ്. കാരണം പിള്ളേർ പറഞ്ഞ പോലെ അവരുടെ സ്ട്രെസ് കുറയ്ക്കാനും ഞാനും അനുഭവിച്ചിട്ടുള്ള, ഞാനും അന്നത്തെ ജോലിയിൽ ഞാനും പോയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് വേണം, ഒരു പ്രായത്തിൽ പിള്ളേരെ എൻജോയ് ചെയ്യണം. ചേട്ടൻ പറഞ്ഞു എന്താ പറയാ എൻജോയ് ചെയ്യണമെന്ന്. ഇവിടെ എൻജോയ്, ഞാൻ ഒരു പാലക്കാടുകാരനാണ്. പാലക്കാട് ഒന്നും എൻജോയ് ചെയ്യാണ്ടിരിക്കാൻ ഒന്നും ഇല്ലാണ്ടാണ് കൊച്ചിയിൽ പറഞ്ഞത്. ഇനിയിപ്പോ കൊച്ചിയിൽ ഒന്നും ഇല്ലാണ്ട് കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ പോകും. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ 40,000 പേര് പോകുന്നത്. ഇപ്പൊ എനിക്ക് ഈ ഒരു യൂറോപ്പിൽ പോകാൻ വരട്ടെ, കൊച്ചിയിലുണ്ട് സംഭവം. കൊച്ചിയിൽ ആസ് ഓഫ് നൗ ഇപ്പൊ എന്താ പറയാ കുറയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ ഒബിയസ്ലി യൂറോപ്പിൽ പോകും. ഞാൻ എന്താ പറയാ ഇനിയിപ്പോ എനിക്ക് ചാൻസ് കിട്ടുകയാണ് ഗാൽവേ അല്ലെങ്കിൽ അയർലൻഡ് ഏറ്റവും നൈറ്റ് ലൈഫുള്ള സ്ഥലങ്ങളിൽ പോയി എന്തുകൊണ്ടും പോകും. സർവ്വസാധാരണമായ സാധനമാണ് അവർക്ക് പോകണമെന്നുള്ളത്. ലൈക്ക് എൻജോയ് ചെയ്യണം. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഒരു പ്രായക്കാർക്ക്. പാലക്കാട് എവിടെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണോ എൻജോയ് ചെയ്യാത്തത്? ഇവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു, പലയിടത്തും പല രീതിയിലേക്ക് പോയി. പക്ഷെ ചില കാര്യങ്ങളൊന്നും റിപ്ലൈ കൊടുത്ത് പോകാം. ഒന്നാമത് ഇനിയിപ്പോ നിങ്ങൾ തുണിയില്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് കണ്ടാൽ പോലീസ് ഉണ്ട്. നമുക്ക് നല്ല കേരള പോലീസാണ്, വളരെ റെസ്പോൺസീവ് ടീമാണുള്ളത്. വിളിച്ചു പറയാ വരും, കാര്യം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ കഞ്ചാവ് വെച്ചിട്ട് എന്തെങ്കിലും അതിക്രമിക്കാൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് പോലീസും സംവിധാനമൊക്കെ ഉള്ളത്? ഉപയോഗിക്കുക, വിനിയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് വീണ്ടും ഡൽഹിയും ബോംബെ ഒന്നും വേണ്ട. നമുക്ക് കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരം അത് അതേമാതിരി തന്നെ കൊണ്ടുവന്നാൽ മതി. പറഞ്ഞ ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ കൾച്ചറും നമ്മുടെ കമ്മ്യൂണിറ്റീസിനെയും വെച്ചിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസും അവരും അവരുടെ ഒരു ഇതും ആ ഒരു ഐഡന്റിറ്റി നമ്മുടെ കൾച്ചറും ഹെറിറ്റേജും വിട്ടുപോകാതെ ഉണ്ടാക്കുക എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഇവിടെ പറഞ്ഞു വരുന്നത് പല ക്രിമിനൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ഒഫൻസുകളും എല്ലാ ലോകരാജ്യങ്ങളിലും ഉണ്ട്. അവിടെയെല്ലാം പോലീസിങ് ശക്തമാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ സിവിക് സെൻസ്, അദ്ദേഹം പറഞ്ഞ പോലെ ജനങ്ങളുടെ സിവിക് സെൻസ്, പിന്നെ നിയമത്തോടുള്ള റെസ്പെക്ട്, അതുകൊണ്ടാണ്. അതും നൈറ്റ് ലൈഫും തമ്മിൽ ഒരു ബന്ധമില്ല. നൈറ്റ് ലൈഫ് വേറെയാണ്. നൈറ്റ് ലൈഫ് അങ്ങനെ തന്നെ പോകേണ്ടതാണ്. കുട്ടികളെ ആസ്വദിക്കേണ്ടതാണ്. രാത്രികൾ എല്ലായ്പ്പോഴും വേണം. ഈ പറഞ്ഞ എല്ലാ ഒഫൻസുകളും പകൽ വെളിച്ചത്തിലും അല്ലാതെ ഇപ്പോഴും നടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നൈറ്റ് ലൈഫിനെ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കുറ്റവാളികൾ എന്ന് പറയുന്നത്, ക്രിമിനൽസ് എന്ന് പറയുന്നത് ഈ ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു 3% താഴെ മാത്രമേ ഉള്ളൂ. അതിപ്പോ മയക്കുമരുന്ന് ആയിക്കോട്ടെ,
എന്താണെന്ന് പറഞ്ഞാലും ഒരു സമൂഹത്തിൽ വരുമ്പോൾ അത്ര തന്നെയൊക്കെ ഉള്ളൂ. നഗരങ്ങളിൽ ബാക്കി കൂടിയിട്ടുണ്ട് ഇപ്പോൾ. കുറച്ച് കൂടുതൽ, കാരണം അവിടെ നമ്മൾ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. പിന്നെ 97% ആളുകൾക്കും നൈറ്റ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തിപ്പോണം. ഈ തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. നമ്മള് പഴയ തലമുറ അല്ലെ അതിനപ്പുറത്തെ തലമുറയിലുള്ള ആളുകളല്ല അതിന് വിധി കൽപ്പിക്കുന്നത്. ഈ നഗരം ഇരുട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ല വെളിച്ചത്തിൽ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഈ IT ആളുകൾക്ക് രാത്രിയിൽ ജോലി ഉള്ളത് കൊണ്ട് അസുഖം വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ രാത്രി ജോലി ചെയ്യുന്ന ആളുകൾ ഇതിനു മുമ്പ് ഉണ്ട്, ഹൈവേസ് ഉണ്ട്, നാഷണൽ പെർമിറ്റ് പോണത്, ഫാക്ടറി തൊഴിലാളികൾ, പോലീസുകാരുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്, നഴ്സുമാരുണ്ട്, ഇങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട്. ചെറുപ്പക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്താണ് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നു. ആ കുറച്ച് കാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ മാടൻ അടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. മാടൻ, അതായത് ചെറുപ്പക്കാരെ 30 വയസ്സുണ്ടെങ്കിൽ ആ മരിച്ചതിന്റെ കാരണം നമുക്കറിയില്ല. അപ്പൊ എന്തോ മാടൻ എന്തോ ഒരു സാധനം വന്ന് അടിച്ചു എന്നുള്ള മട്ടിലാണ് അന്ന് പറഞ്ഞിരുന്നത്. മാടനെ കിട്ടിയില്ലെങ്കിൽ കോവിഡ് എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണവരെ എല്ലാ ദിവസവും നമ്മൾ പോകുന്നില്ല. മാസത്തിൽ 1-2 തവണയ്ക്കാണ് നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കൊന്നുമില്ല. പിന്നെ നേരത്തെ ഡ്രസ്സിന്റെ കാര്യം പറയണമെങ്കിൽ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനായാലും സ്ത്രീകൾക്കായാലും ഒരു പബ്ലിക് സ്പേസിൽ ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ അവർക്കറിയാം എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും ബാധിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ എന്താണ് നൈറ്റ് ലൈഫിന് പോകാൻ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങുന്നതല്ല. നമ്മൾ മാസത്തിൽ 1-2 തവണ പോകത്തുള്ളൂ. നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിട്ട് അങ്ങനെ പോകത്തുള്ളൂ. അല്ലാണ്ട് ഒരു സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ പോകത്തൊന്നുമില്ല. മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്ലീപ്പ് ഹോർമോൺ ആണ്. ഉറക്കം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, സ്ട്രെസ് ഹോർമോൺ. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ നോക്കുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം കൂടെ അവിടെ നോക്കണം. ഈ പറയുന്ന പോലെ എല്ലാവരും ജോലി ചെയ്ത് അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടായിരിക്കും ഒന്ന് പുറത്തോട്ടിറങ്ങി ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ മെലറ്റോണിൻ പോലെ തന്നെ കോർട്ടിസോൾ ലെവൽസ് ഹൈ ആണെങ്കിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഡിപ്രഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെസ് കൂടിയുള്ള ഡിപ്രഷൻ. ഈ കോർട്ടിസോൾ വളരെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കുക. കോർട്ടിസോളും ഈ പറഞ്ഞ പോലെ വളരെ ഹാനികരമായ ഒരു സംഭവമാണ്, ഒരു ഹോർമോണാണ്. ഡിപ്രഷൻ ഇല്ലാത്തപ്പോ കൂടുന്ന ഒരു സാധനമാണ്. പ്രഷർ കൂടും, കാർഡിയക് പ്രോബ്ലം ഉണ്ട്. എന്തുവാ പ്രതിവിധി? അത് റിലാക്സ് രാത്രി കാലത്തെ നടത്തം എന്ന പേരിൽ സ്ത്രീകൾ സമരം ചെയ്ത കേരള സമൂഹമാണിത്. ആ ഇടത്ത് സമരം ചെയ്ത ഒരു സ്ത്രീയാണ് ഞാൻ. ഏകദേശം 10 കൊല്ലത്തിന് മുകളിലായി ഈ ഒരു സമരം നടന്നിട്ട് രാത്രി കാലങ്ങളിൽ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച സാഹചര്യത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ പർപ്പസ്ഫുള്ളി ഇറങ്ങി റോഡിലൂടെ നടന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട് നടത്തി. അപ്പൊ സ്ത്രീകൾക്കും ഒരിടം എന്നുള്ള രീതിയിൽ ഒരു ടീം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രികാലം നടത്തം എന്നുള്ള പേരിൽ ക്യാമ്പയിൻ ചെയ്തു. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് വാക്ക്, ഈ ക്യാമ്പയിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് ഓരോ മനുഷ്യരും ഉണ്ടാക്കിയും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് ഞാൻ വക്താവാണ് എന്നൊന്നുമല്ല അത് പറയുന്നത്. ഫൈറ്റ് ചെയ്തും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ആവശ്യങ്ങളും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആകാൻ വേണ്ടി ഇവിടെ ഓരോ സമരങ്ങൾ നടത്തിയും ഫൈറ്റ് ചെയ്തും ഒക്കെ വന്നിട്ട് ഇന്ന് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനും ഇത് സെൻസ് ചെയ്യാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ബോധമുള്ള ഇടത്ത് നീ അത് ചെയ്യരുത്, ഈ പണിക്ക് രാത്രി ഇറങ്ങാൻ പറ്റൂല, ഇത്ര സമയത്തിന് ശേഷം നീ രാത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ പാരന്റിങ്ങിനകത്ത് നിൽക്കുന്ന മനുഷ്യർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഫ്രീഡമാണ് സാർ ഉള്ളത്. അവിടെ ഇതേത് ചെയ്യണം, ഇതാണോ ശരി, ഇതാണോ തെറ്റ്, അങ്ങനെ ഒരു നിശ്ചയം അവിടെ ഉണ്ടാവുകയും പിള്ളേർ സെൽഫായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്യണം. അവിടെ ആ സെൽഫായിട്ട് എടുക്കുന്ന തീരുമാനത്തിൽ അവർ തന്നെ നിശ്ചയിക്കുന്നു എനിക്കിത് ഇഷ്ടമാണ്. 50 വർഷം മുമ്പ് എറണാകുളം ലോ കോളേജിലെ സ്റ്റുഡൻസ് സ്ട്രീക്കിംഗ് നടത്തി ഇവിടെ. അത് മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ആ ചെയ്തത്. അന്ന് ആന്റണി സാറിന്റെ പ്രായം എത്ര? എനിക്കന്നൊരു 12 വയസ്സ്. ഈ 100% ജനങ്ങളിൽ 3%, സെറ് പറഞ്ഞ പോലെ 3% പേരാണ് ഈ ഡ്രഗ്സിന് അഡിക്ഷനും അല്ലെങ്കിൽ എന്താ പറയാ ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ ബാക്കി 97% പിള്ളേരുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ എന്താ പറയാ പ്രിവിലേജസ് നമ്മൾ ഫോർബിഡൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിന്നെ അതുമല്ല, നമ്മൾ ഒരിക്കലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് ചെയ്യൂന്നും പറഞ്ഞ് എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് മെന്റലി ഒരു റിലീഫ് കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്ന ആവശ്യമില്ല. ശരിയാണ്, ഇതേപോലെ കുറെ എന്താ പറയാ കുറെ ഹോർമോൺസ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാസ് കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ബാക്കിയെല്ലാം അത് അവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുമല്ല
എന്താ പറയാ നമ്മള് ഈ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളവരാണെങ്കിൽ എവിടെ ആയാലും പോയി എൻജോയ് ചെയ്യും. അത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളെ കൊച്ചിയിലോ അല്ലെങ്കിൽ ആദിത്യറിലോ നാളെ നമ്മൾ യൂറോപ്പിലോ പോയി എൻജോയ് ചെയ്യും. ഒരു സിനിമാ താരത്തിന്റെ അഭിപ്രായം കേൾക്കണ്ടേ? ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, എയർലി ടു ബെഡ് ആൻഡ് എയർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി. ഇവിടെ ഇപ്പൊ നൈറ്റ് ലൈഫ് വേണമെന്ന് പറയുന്നു, അത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു. ഓക്കെ, അതിനകത്ത് യാതൊരു എതിരുമില്ല. എന്ത് വേണമെങ്കിലും നൈറ്റ് ലൈഫിൽ ആസ്വദിക്കാം. പക്ഷെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സർക്കാർ വരണമെന്ന് മാത്രം പറയും. വേണം. സർക്കാരിന്റെ ജോലി സർക്കാരിന്റെ ജോലി അതല്ല. സർക്കാരിന്റെ ജോലി അതല്ല. അത് അവർ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടി വരും. സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യം നോക്കുക. ആക്ച്വലി നൈറ്റ് ലൈഫിലാണ് ഇപ്പൊ നിങ്ങളെ മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത് ക്രൈംസും ഈ ഡ്രഗ് ഡീൽസും ഒക്കെ നടക്കുന്നത് നൈറ്റ് ലൈഫിലാണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഇവിടുത്തെ നിയമം അത്രയും സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ആരും ഇതൊന്നും ചെയ്യത്തില്ല. നമ്മുടെ കൺട്രി അല്ലാണ്ട് മറ്റു കൺട്രീസ് നോക്കാണ്, അവിടുത്തെ നിയമം ഓക്കെ ഇന്ന ഒരു ക്രൈം ചെയ്ത ആളെ തലവെട്ടി കളയും. അങ്ങനെ ഒരു അടുത്ത നിയമം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആരും അങ്ങനെ ക്രൈംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര സ്ട്രിക്ട് റൂൾസ് വരുമ്പോ ഇവിടെ ആരും ഇങ്ങനെ ക്രൈംസും വരില്ല. ഗേൾസിനെതിരെയും അതുപോലെ ബോയ്സിനെതിരെയും ആർക്കെതിരെയും ആരും ഉപദ്രവിക്കാണ്ട് ആ ഒരു പേടിയോണ്ട് നിൽക്കും. ലൈക്ക് അപ്പൊ ലാക്ക് ഓഫ് നമ്മുടെ റൂൾസിന്റെ ഒരു എന്താ ഡിഗ്നിറ്റി കുറവുള്ളതുകൊണ്ട് മാത്രമല്ലേ ഇവിടെ എല്ലാവരും ക്രൈം ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എന്നെ ക്രൈം ചെയ്താലും നാളെ ഒരു പുല്ല് പോലെ നടക്കുന്നത്. സോ നമ്മുടെ റൂൾസിൽ വന്നാൽ ഇങ്ങനെ ആയിരിക്കും. ഡ്യൂട്ടി ഈസ് ടു പ്രൊട്ടക്ട്, അല്ലാണ്ട് ഈ പുറത്തിറങ്ങുന്നവരെ കുറ്റം പറയാണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. പുറത്തിറങ്ങുന്നവരെല്ലാം കുറ്റം പറയേണ്ടത്. ഏബ്രഹാം സാർ പറഞ്ഞനുസരിച്ച് എന്റെ ഒരു ചെറിയ പ്രകാരം 24/7 ആണ് പോലീസിന്റെ ഡ്യൂട്ടി. അത് ഒരാള് 24 മണിക്കൂർ ജോലി ചെയ്യണമെന്നല്ല, ഷിഫ്റ്റ് ഉണ്ട്. സാർ ഞാൻ കാക്കനാട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നൈറ്റ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളാണ്. ചായ കുടിക്കാനും പാട്ട് പാടാനും ഒക്കെ ഉണ്ട്. ഞങ്ങളും ഗിഗ് ചെയ്യുന്നവരാണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ജോലിയും കൂലിയില്ലാത്തതുമല്ല, നല്ല സാന്ദ്രം ജോലിയുണ്ട്. സമൂഹത്തില് നല്ല രീതിയിൽ എന്ന് പറയാൻ മാത്രം. അപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ കാക്കനാട് പോലീസുകാർ ഞങ്ങൾക്ക് റോന്ത് വരാറുണ്ട്, റൗണ്ട്സ് വരാറുണ്ട്. സാർ അവരും വന്ന് അവരുടെ റൗണ്ട്സ് വന്ന് ഞങ്ങളെ ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ അല്ലാത്ത സാഹചര്യത്തിൽ ചോദിക്കണം, ഓക്കെ ആണോ മക്കളെ ചോദിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല പോലീസുകാർ ഞങ്ങൾക്കും ഉണ്ട്. സാർ ഞാൻ ചോദിക്കട്ടെ, ഇത് ആർക്കാണ് നൈറ്റ് ലൈഫ് ആവശ്യമുള്ളത്? പറ്റുന്നവർക്കാണ്. പോകണ്ട സാർ, ആരും വിളിച്ചു നൈറ്റ് ലൈഫിൽ സമയം കണ്ടെത്തുന്നവരായിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ശാരീരിക അധ്വാനം നടത്തി ക്ഷീണിച്ചു വന്ന് കിടക്കുന്നവന് ഇവിടെ നൈറ്റ് ലൈഫ്. സാർ ഞങ്ങൾ ആക്ച്വലി നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് തെന്നി മാറുന്ന പോലെ നിങ്ങൾക്ക് മാറി. അതായത് മറിഞ്ഞു വീണു. ശരിക്കും നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു വിഷയം എടുത്തിട്ട ഉടനെ വസ്ത്രധാരണവും ഈ സെക്സിന്റെ കാര്യങ്ങളോ അങ്ങോട്ടൊക്കെ പോയത് തന്നെയാണ് നമ്മുടെ കേരള സമൂഹത്തിന്റെ പ്രശ്നം. നമ്മളിതിൽ ഭയങ്കര ഹൈപ്പർ ഫോക്കസ്ഡ് ആണ് ഈ കാര്യങ്ങൾ. നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയൂ. ഞാൻ വിചാരിച്ചത് നൈറ്റ് ലൈഫ് എന്നുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പൊ ആദിത്യ പറഞ്ഞ പോയിന്റ് ലൈക്ക് ലൈറ്റ് പൊല്യൂഷന്റെ കാര്യങ്ങൾ അതൊരു കോൺസ് ആയിട്ട് പറയും. പിന്നെ പ്രോസ് ആയിട്ട് നമ്മൾ 5 മണി 6 മണി വരെ ഇപ്പൊ എനിക്ക് തന്നെ കോളേജിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കും നൈറ്റിലാണ് സമയം കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പറയുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ഞാൻ ഇവിടെ കേൾക്കുന്നത് വസ്ത്രധാരണം, സെക്സ് ലൈഫ്, അത് ഇത് പാലാരിവട്ടം, അതൊക്കെയാണ് ഇവിടുന്ന് പറയുന്നത്. ഐ മീൻ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം കുട്ടികൾ, ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനിലെ കുട്ടികൾ എന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇപ്പൊ ഞാൻ +2 പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ക്ലാസ്സിലുള്ള മിക്ക പിള്ളേരും പ്രിഫർ ചെയ്തിരുന്നത് ഫോറിൻ ലാൻഡുകളിൽ പോകാനാണ്. ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പുറത്ത് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പൊ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ പോലും അല്ല നൈറ്റ് ലൈഫ് നെസസറി ആണോ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് രാത്രി പുറത്ത് പോയി ചായ കുടിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് രാത്രി പുറത്തിറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് സമാധാനത്തോടെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് അത് ചെയ്യണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും റൈറ്റ് ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ സംരക്ഷിക്കണം എന്നുള്ളതും ഞാൻ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണ്, എന്നെ സംരക്ഷിക്കണം. സഹോദരങ്ങളെയോ പേരൻസിനെ കൂടെ കൂട്ടുവോ? ഞാൻ അങ്ങനെ നടക്കുമ്പോ എന്നെ സംരക്ഷിക്കണം എന്നുള്ളത് ഇവിടുത്തെ സർക്കാരിനെയും ഇവിടുത്തെ പോലീസിനെയും ഉത്തരവാദിത്തമാണ്. അവിടെയാണ് മോളെ നിങ്ങളുടെ തെറ്റ്. നിങ്ങളെ സംരക്ഷിക്കാൻ എത്രമാത്രം നമ്മുടെ ബോൾഡാണ്. ഞാൻ എന്റെ മക്കളും പേരക്കുട്ടികളുമായിട്ട് ബാംഗ്ലൂരും ബോംബെയിലും ഈ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലങ്ങളിലൂടെ പോകാറുണ്ട്. നമ്മളെ പോലെ ഫാമിലി ആയിട്ട് പോയി വരുന്ന അവിടെ 100 ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ആണെന്ന് കരുതരുത്. അതല്ല, ഒരു ജീവിതമാണത്, ഒരു മാർഗമാണ്. ഇവരെ പോലുള്ള ആളുകള്
അങ്ങനെയാണ് ജനറലൈസ് ചെയ്ത് ഇവരെ പോലെ ഞാൻ ആരുടെ ഭർത്താവൊന്നുമല്ല. എന്റെ അഭിപ്രായം നിങ്ങൾ മാറ്റാണ് ചേട്ടാ. ഏറ്റവും അധികം വിഷയത്തിൽ നിന്ന് തെന്നി പറഞ്ഞത് ചേട്ടനാ. നമ്മളിവിടെ നൈറ്റ് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ആങ്ങളമാരെ കുട്ടി പെങ്ങളമാരെ അത് കൂട്ടിയും പോവാം കൂട്ടാതെയും പോവാം. അതിനൊരു ഫ്രീ വില്ല് ഒരു ഇൻഡിവിജ്വലിനില്ലേ? 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് കുടുംബത്തെ കൂട്ടാതെ അല്ലാതെയും പോവാം. നമ്മുടെ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ലൈറ്റ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അതിൽ നിന്ന് മാറി ഒരാളുടെ വസ്ത്രധാരണം സംസാരിക്കണം. ഞാനൊരു കാര്യം ചേട്ടനെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് സംസാരിക്കുമ്പോ ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് മറുപടിയുടെ ബാധ്യതയുണ്ട്. അത് കുടുംബത്തെ ചേർത്തേ പറയാൻ പറ്റും. അത് ഞാൻ പറയുമ്പോ ഞാൻ കുടുംബത്തെ ചേർക്കും, ഞാൻ സമൂഹത്തെ ചേർക്കും, ഞാൻ നിയമത്തെ ചേർക്കും, നമ്മുടെ സംസ്കാരത്തെ ചേർക്കും. ഇതെല്ലാം ചേർത്ത് മാത്രമേ മറുപടി പറയാൻ പറ്റൂ. നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ രാത്രിയില് ആന്റിയുടെ പ്രായമുള്ള ഇവിടെയുള്ള നല്ല 60-70 വയസ്സുള്ള പ്രായമുള്ള ആൾക്കാരും ഫാമിലി ആയിട്ട് കൊച്ചു കുട്ടികളുടെ കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞങ്ങളുടെ ഇത് പേജിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു 5 വയസ്സുകാരൻ അങ്ങനെ ഫാമിലി എല്ലാരും എൻജോയ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അതിലൊരു ചെറിയ ഒരു കാര്യം വിളിച്ചാലോ? ഞാനൊരു യാത്രാപ്രിയനാണ്. ഞാൻ യാത്രാപ്രിയനാണ്. കുടുംബത്തോടൊപ്പം സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട് കുടുംബത്തിന്റെ അനുവാദവും അനുമതിയും ഇല്ലാതെ അവരുടെ ശ്രദ്ധയിൽ പോലും പെടാതെ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഇപ്പൊ ദിയെ പോലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസിൽ ചെന്ന് പെട്ടുകൊടുക്കുമ്പോ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന പിന്നീട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അതിനെ സംരക്ഷിക്കാൻ ആർക്ക് സാധിക്കും? എന്റെ മകൻ 19 വയസ്സായ ഒരു പയ്യനാണ്. അവൻ രാത്രി 11:30 മണിക്ക് ശേഷമേ അവനിക്ക് കോർട്ട് കിട്ടത്തുള്ളൂ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ. വീട്ടിൽ രാത്രി വരുന്നത് 3 മണിക്കാ. എനിക്ക് അറിയത്തില്ല. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ മകനെ. അവൻ ഏത് സമയത്ത് ഇറങ്ങിപ്പോയാലും എന്റെ ഉമ്മച്ചയെ ശല്യം ചെയ്യാറില്ല. 7:30 മണിക്ക് ഞാൻ ജോലിക്ക് പോകുന്നത് കാരണം ഞാൻ എപ്പോഴും എന്റെ വീട്ടിലുണ്ടാവാറില്ല. അവൻ ഇപ്പൊ കണ്ണൂർ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അതുവരെയും ഇവൻ ഇവിടെ വരുന്ന സമയത്തും ഒക്കെ എന്റെ ഉമ്മയെ ശല്യപ്പെടുത്താറില്ല. അവൻ 11:30 മണിയാകുമ്പോ ഇറങ്ങി പോയി കളിച്ചിട്ട് തിരിച്ചു വന്ന് താക്കോല് തുറന്ന് വീട്ടിനകത്ത് കയറി കിടന്നങ്ങ് ഉറങ്ങും. ഈ മകനെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ല അവൻ അത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്റെ മകനെ വിശ്വാസമുണ്ട്. വിശ്വാസമില്ല. ഇവിടെ വഴിമാറി പോകുന്ന ഒരു കാര്യങ്ങള് നൈറ്റ് ലൈഫിനെ എതിർക്കുന്നില്ല. ഉദ്ദേശശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ പോകേണ്ട നൈറ്റ് ലൈഫ് നടക്കട്ടെ. പക്ഷെ അതിനെ വഴിമാറ്റി കൊണ്ടുപോവുകയും അതിനെ അരാജകത്വത്തിലേക്ക് ചെറിയ കുട്ടികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിങ്ങളെ പോലെ ഉള്ളവരുടെ ഈ പ്രോത്സാഹനമാണ് ശരിയല്ലാത്തത്. നൈറ്റ് ലൈഫിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നില്ല. നല്ല ഉദ്ദേശശുദ്ധിയാണെങ്കിൽ നടക്കട്ടെ. ഇതല്ലാതെ വഴിമാറുമ്പോഴാണ് വഴിമാറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഇൻഫ്ലുവൻസിലല്ല ഞങ്ങൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ എടുക്കുന്നത് ആരുടെ ഇൻഫ്ലുവൻസിലല്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കാണ്. അല്ലാതെ എന്താണ് വീട്ടുകാര് പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇന്ന ചേച്ചി പറഞ്ഞു നമുക്ക് ഇവിടെ പോകാം, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ പോകും, ഇഷ്ടമില്ലെങ്കിൽ പോകില്ല. വീട്ടുകാർ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകൂല. ഇതാണ് ഫാമിലി ബോണ്ടസ്. അമ്മയും അച്ഛനെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെയോ കുട്ടികളാരും മാനിക്കാതെയോ ഒന്നും ചെയ്യണ്ടെന്നല്ല. എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലായിടവും ആസ്വദിക്കാനും ആഘോഷിക്കാനും ഒക്കെ ഉള്ളൊരു ഇതാണ് ഉള്ളത് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. താങ്ക് യു. കേരളത്തിലെ നഗരങ്ങളിൽ നൈറ്റ് ലൈഫിന് സാധ്യതയുണ്ട് എന്ന് ഈ സംവാദം കണ്ട് മനസ്സിലായല്ലോ. മിക്ക നഗരങ്ങളിലും ആളുകൾ ഒത്തുകൂടട്ടെ, അതേസമയം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഉണ്ടാകട്ടെ എന്നുകൂടി പറയുന്നു. നൈറ്റ് ലൈഫ് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന ധാരണയിൽ തന്നെയാണ് നമ്മൾ ഈ സംവാദം സംഘടിപ്പിച്ചത്. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.